ദൈവം ജീവിക്കുന്നത് നിത്യതയിലാണ്. മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് സമയത്തിലാണ്. എന്നാൽ എപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചോ, ദൈവമക്കളായോ, തുടർന്ന് ആ സമയം മുതൽ ദ ന്യൂ ക്രിയേറ്റഡ് പേഴ്സൺ, ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയായി ആ വ്യക്തി ജീവിക്കുന്നത് നിത്യതയിലാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നത് സമയത്തിലാണ്. ആ പുതിയ വ്യക്തി ജീവിക്കുന്നത് നിത്യതയിലും, ശരീരത്തിലുള്ള നമ്മൾ ഇവിടെ സമയത്തിലും പ്രവർത്തിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ലോകമക്കൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം സമയത്തിൽ ആണ്. ഇനി സമയവും നിത്യതയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ ക്ലാസ് പോകാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് ഉള്ളിൽ വ്യക്തമായ ബോധം ഉണ്ടായിരിക്കണം. 2 തിമോത്തി 1-ാം അധ്യായം 9-ാം വാക്യം വായിച്ച് നമ്മൾ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ബിഫോർ ദ ടൈം ബിഗൺ, സമയം തുടങ്ങുന്നതിന് മുൻപേ, സകല കാലത്തിനു മുൻപേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം. സ്വന്തം നിർണയം എന്ന് വെച്ചാൽ ഹിസ് ഓൺ പർപ്പസ്. മലയാളത്തിൽ ഇത്തിരി ലെങ്ത് ആണ് ആ വേർഡ്, പക്ഷെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇവിടെ പറയാണ്, who has saved us and called us with a holy calling, not according to our works, but according to his own purpose, according to his own purpose and grace, which was given to us in Christ Jesus before time began. Time began, അതായത് സമയം തുടങ്ങുന്നതിന് മുൻപ്, for his purpose. അപ്പൊ എന്തിനാ ഈ സമയം? to fulfill his purpose. മനസ്സിലായോ? എല്ലാ പർപ്പസിനും ഒരു സമയം ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവം ഈ നിത്യതയിൽ ഈ ഒരു ഇടവേളയായ സമയം അനുവദിച്ചത് എന്തിനാണെന്നറിയാമോ? ടു ഫുൾഫിൽ ഹിസ് പർപ്പസ്. ഇത് ഒരു കഷ്ണം വെണ്ടക്കയാണെങ്കിൽ, ശ്രദ്ധിക്കുക, ഈ കാണുന്ന സമയം എന്ന പീസ്, നിത്യതയുടെ ഇടയിലുള്ള സമയം എന്ന പീസ് ഒരു കഷ്ണം വെണ്ടക്കയാണെങ്കിൽ, ആ വെണ്ടക്ക ഒരു കത്തിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ഓരോ പീസും ഇവിടെ ഇരിക്കുന്ന ഓരോ ശിഷ്യന്മാർക്കും തന്നാൽ, ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയിൽ ഒരു ചെറിയ സമയം ആർക്കും തന്നു? നമുക്കും തന്നു. ആമേൻ. അതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഓരോരുത്തർക്കും ഒരു ചെറിയൊരു പീസ് സമയം തന്നിരിക്കുകയാ. ഒരാൾക്ക് 60, ഒരാൾക്ക് 40 വർഷം, ഒരാൾക്ക് 50 വർഷം, ഒരാൾക്ക് 30 വർഷം. ദൈവം ചെറിയൊരു പീസ് തന്നിരിക്കുക. പിതാവായ ദൈവം ഭൂമിയിലേക്ക് വന്ന കർത്താവ് യേശുവിനും കൊടുത്ത ചെറിയൊരു പീസ് 33.5 വർഷം നമുക്കും തന്നു. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ യേശു ആ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ പർപ്പസ് ചെയ്യാൻ ഞാൻ വരുന്നു. ഇത് തന്നെ ആയിരിക്കണം നമ്മുടെയും ലക്ഷ്യം. ആമേൻ. ഹല്ലേലൂയ. എങ്കിൽ വിജയകരമായൊരു ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന സകലരെയും സഹായിക്കുവാൻ ഇടയാകും. യഥാർത്ഥ ശിഷ്യന്മാരായി കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ഉദ്ദേശം മാത്രം നിവർത്തിക്കുവാൻ നമുക്ക് ഈ നാളുകളിൽ മുന്നോട്ടേക്ക് പോകാം. ദൈവം നിങ്ങളോട് സംസാരിച്ചെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സംസാരിച്ചെങ്കിൽ കരങ്ങളുയർത്തി സ്തോത്രം ചെയ്താട്ടെ. കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് ധ്യാനിക്കാം, കണ്ണുകളടയ്ക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പലതും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കേൾപ്പിക്കുവാനിടയായി. ഉദ്ദേശത്തോട്, പർപ്പസിനോട് യുദ്ധം ചെയ്യരുത്. കാരണം ദൈവത്തിന്റെ ഉദ്ദേശത്തെ തോൽപ്പിക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ പിശാചിനോ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് പർപ്പസിനോട് യുദ്ധം ചെയ്യരുത്. തുടർന്ന് നാം കേട്ടു, ദൈവവേലയ്ക്ക് നാം ഇറങ്ങുമ്പോൾ ഭയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്നില്ല.
തുടർന്ന് നാം കേട്ടു, ദൈവവേലയ്ക്ക് നാം ഇറങ്ങുമ്പോൾ പിശാച് യേശുവിന്റെ മുമ്പിൽ സിംഹാസനങ്ങളും ലോകത്തിന്റെ മഹത്വവും കൊണ്ടുവന്നതുപോലെ നമ്മുടെ മുൻപിലും പല സിംഹാസനങ്ങളും പണവും മഹത്വവും കൊണ്ടുവരാം. എന്നാൽ അതിൻ്റെ പുറകെ പോകുന്ന വ്യക്തി തൻ്റെ ദർശനം മാറി ലോകത്തിലോട്ട് ദർശനം മാറുന്ന വ്യക്തി, ആ വ്യക്തിയെ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം കർത്താവിന്റെ ദർശനത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി, കർത്താവ് പറഞ്ഞു, അതേതാണ്? നിന്റെ സ്വന്തം ജീവനെ കൂടി നീ പകയ്ക്കാൻ തയ്യാറാണെങ്കിൽ. 20,000 ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന വേലയെങ്കിൽ നീ 10,000 ഇറങ്ങിയിട്ടും കാര്യമില്ല. 20,000 അനുസരിച്ച് സ്വന്തം ജീവനെ കൂടി പകയ്ക്കാൻ തയ്യാറാണെങ്കിൽ, സ്വന്തം താല്പര്യങ്ങളെ കുടിച്ചിടാൻ തയ്യാറാണെങ്കിൽ നീ ഇറങ്ങിത്തിരിക്കുക. തുടർന്ന് നാം കേട്ടു, എല്ലാ പർപ്പസിനും ഒരു സമയമുണ്ട്. The purpose of time is to fulfill a purpose. ദൈവം തന്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ നിത്യതയിൽ ഒരു ഇടവേളയുണ്ടാക്കി. അതിന്റെ പേരാണ് സമയം. അതൊരു വെണ്ടയ്ക്ക പോലെ മുറിച്ച് 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 ഒരു ചെറിയൊരു പീസ് എന്റെയും നിങ്ങളുടെയും കയ്യിൽ തന്നു. ടു ഫുൾഫിൽ അവർ പർപ്പസ്. ദൈവം നമ്മളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ദൈവത്തിന്റെ പർപ്പസ് നമ്മൾ ഫുൾഫിൽ ചെയ്യുവാൻ ദൈവം അത് തന്നിരിക്കുകയാണ്. സാക്ഷാൽ യേശു ക്രിസ്തു അത്രയും നമ്മുടെ മാതൃക. തൻ്റെതായ ഓട്ടം തികച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഇതാ പൂർത്തിയായിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല ഓട്ടം ഓടി, ഓട്ടം തികച്ചു. നമ്മൾക്കും അത് പറയാൻ കഴിയണം. ഇതാ കർത്താവേ എന്നെ ഏൽപ്പിക്കുന്നു. ഓരോ വിശ്വാസിയും ഓരോ ശിഷ്യനും ഈ സമയം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളോട് ചേർന്ന് സുവിശേഷ വേലയിൽ സഹകരിക്കുവാനോ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുവാനോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് പ്രേരണ തരുന്നുവെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഹൗസ് ഓഫ് പ്രയർ മിനിസ്ട്രിയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിയിരിക്കുന്ന CD-കൾ, DVD-കൾ, ബുക്കുകൾ ഇവ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥനാലയത്തിൽ പ്രവർത്തിക്കുന്ന ബുക്ക് ഷോപ്പ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ കൊറിയർ ലഭിക്കുവാൻ താൽപ്പര്യമുള്ളവർ പ്രാർത്ഥനാലയത്തിലെ ഈ ടെലിഫോണുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9633649558. ഒന്നുകൂടി പറയാം, 9633649558. ഞങ്ങളുടെ മറ്റൊരു നമ്പർ 9567590469. ഒന്നുകൂടി പറയാം, 9567590469. ഞങ്ങളുടെ വിലാസം ഹൗസ് ഓഫ് പ്രയർ മിനിസ്ട്രീസ്, കുഴിവേലിപ്പടി, പഞ്ചായത്ത് റോഡ് ജംഗ്ഷൻ, ഇടത്തല PO, പിൻ 683561, എറണാകുളം, കേരള, ഇന്ത്യ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യട്ടെ. God is good all the time. He put a song of praise in this heart of mine. God is good all the time. He put a song of praise in this heart of mine. God is good. God is good all the time. God is good all the time. He put a song of praise in this heart of mine. God is good all the time. He put a song of praise in this heart of mine. God is good all the time, all the time.
If you're walking through the valley and there are shadows all around, do not fear. He will guide you. He will keep you safe and sound. He has promised to never leave you nor forsake you. And this word is true. God is good all the time. He put a song of praise in this heart of mine. God is good